ന്യൂസിലേക്ക് സ്വാഗതം. ആലപ്പുഴയിലെ ഓമനപ്പുഴയിൽ നടന്നത് ഏവരെയും ഞെട്ടിക്കുന്ന സംഭവം. സ്വന്തം അച്ഛൻ തന്നെ മകളെ കഴുത്തിനിരിച്ച് കൊലപ്പെടുത്തി എന്ന വാർത്തയാണ് രാവിലെ തന്നെ പുറത്തു വന്നത്. പെറ്റമ്മയുടെ കൺമുന്നിലാണ് ഈ രംഗങ്ങൾ അരങ്ങേറിയതെന്ന് ഓർക്കുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും. വിശദമായ വാർത്തയിലേക്ക്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല ജോസ്. അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. എന്നിട്ടും 28 വയസ്സുകാരിയായ മകളെ കഴുത്തിനിരിച്ചു കൊന്നു. സഹി കെട്ടാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നാണ് ജോസ് മോൻ പോലീസിനോട് പറഞ്ഞത്. വീട്ടിൽ എല്ലാവരെയും നിരന്തരം ഉപദ്രവിക്കും, എപ്പോഴും വഴക്ക്, പറഞ്ഞാൽ അനുസരണയില്ല, സഹി കെട്ട് ചെയ്തു പോയതാ സാറേ. ഇതായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജോസ് മോന്റെ കുറ്റസമ്മതം. ജാസ്മിന്റെ കൊലപാതക വാർത്ത അറിഞ്ഞപ്പോൾ ആരും ആദ്യം വിശ്വസിച്ചില്ല. കാരണം ആ വീട്ടിൽ നിന്ന് അത്തരമൊരു സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല. ജാസ്മിനും ചിരിച്ചുകൊണ്ട് ചുറുചുറുക്കോടെയാണ് നാട്ടുകാരോടും ഇടപഴകിയിരുന്നത്. പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ ജാസ്മിൻ അവരോടും എന്നും വഴക്കുകൂടി. വഴക്കിന്റെ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. ഇതേക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. ജാസ്മിൻ പതിവായി വീട്ടിലേക്ക് വൈകി വരുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ആത്മഹത്യ എന്ന് വരുത്താൻ മൃതദേഹം കിടപ്പുമുറിയിലെ കട്ടിലിൽ കിടത്തുകയും ചെയ്തു. പിതാവ് ജാസ്മിന്റെ കഴുത്തിനിരിക്കുകയും അബോധാവസ്ഥയിലായതോടെ വീട്ടുകാരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് കഴുത്തിൽ തോർത്തു കുരുക്കി മരണം ഉറപ്പാക്കുകയുമായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനിടെയാണ് കൊലപാതകത്തിലെ കൂടുതൽ വിവരങ്ങൾ ജോസ്മോൻ പോലീസിനോട് പങ്കുവച്ചത്. എന്നാൽ വീട്ടുകാർക്ക് വിവരം അറിയാമായിരുന്നിട്ടും ഒരു രാത്രി മുഴുവൻ കൊലപാതക വിവരം മറച്ചുവെച്ചു എന്നതും ഞെട്ടിക്കുന്നതാണ്. പിറ്റേ ദിവസമാണ് വീട്ടുകാർ മരണവിവരം പുറത്തറിയിക്കുന്നത്. താൻ തനിച്ചാണ് മകളെ കൊലപ്പെടുത്തിയതെന്നും വീട്ടുകാർക്ക് വിവരം അറിയില്ലെന്നുമായിരുന്നു ജോസ്മോൻ പറഞ്ഞത്. എന്നാൽ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കൊലപാതകം നടത്തിയത് വീട്ടുകാർക്ക് മുന്നിൽ വെച്ചാണെന്ന് ഇയാൾ സമ്മതിക്കുകയായിരുന്നു. ജാസ്മിൻ എന്താണ് സംഭവിച്ചത്? ഭർതൃഗ്രഹത്തിലെ മാനസിക സംഘർഷങ്ങളോ സ്വന്തം ഗ്രഹത്തിലെ പ്രശ്നങ്ങളോ? ഇനി മറ്റേതെങ്കിലും കാരണമാണെങ്കിൽ അതോ? കണ്ടറിയാം, കാത്തിരിക്കാം.